ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിലരൊക്കെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുമുണ്ട്. രഞ്ജിത്ത് അടക്കം മുൻകൂർ ജാമ്യത്തിലുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലാകുന്നു. പരാതികൾ ഇതുവരെ ലഭിച്ച പരാതികൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. നമുക്കറിയാം, സിനിമയിൽ ഇത്തരത്തിൽ ഒരുപാട് പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ കേസുകളായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് അറിയാം. ഏതെങ്കിലും പ്രതിക്ക് അർഹമായ തരത്തിലുള്ള ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൃത്യമായി ഉണ്ട്. ഈ കേസിനും ഈ വിഷയത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? എന്തായാലും ഇവിടെ രഞ്ജിത്തിനെതിരായിട്ട് എഫ്ഐആർ ആയിക്കഴിഞ്ഞു. രഞ്ജിത്തിനെ അവരെ പുതിയ നിയമമനുസരിച്ച് 74, 75, 76 ആ സെക്ഷൽ അസാൾട്ട്, ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഒരു 3 വർഷത്തെ തടവ് 1 മുതൽ 74 പുതിയ നിയമം അനുസരിച്ച് ഇട്ടെങ്കിൽ 1 മുതൽ 5 വർഷം വരെ തടവ് കിട്ടാം. 75 3 വർഷം വരെ തടവ് പറയുന്നുണ്ട്. അപ്പം ആ തടവിൽ വെച്ച് നോക്കുമ്പം കോടതിയിൽ നിന്ന് ഒരു ജാമ്യം ലഭിക്കാം രഞ്ജിത്തിന്. പക്ഷേ ആ കേസ് അവർ ഉറച്ചു നിന്നാല് രഞ്ജിത്ത് ശിക്ഷ വാങ്ങിക്കും. കാരണം അവരെ എന്ത് കാര്യത്തിനായാലും ശരി കേരളത്തിലേക്ക് രഞ്ജിത്ത് വിളിച്ചു വരുത്തി. എറണാകുളത്തെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വന്നു. അവർക്ക് ഇങ്ങോട്ട് ടിക്കറ്റ് കൊടുത്തു, അവിടെ അക്കോമഡേഷൻ കൊടുത്തു. രണ്ടാമത് അവര് വഴങ്ങിയില്ല. അവരുടെ ദേഹത്ത് അവരുടെ കയ്യിലെ ഉള്ള വളയില് പിടിച്ചു, കൈയും വളയും ചേർത്ത് തടവി, അവരുടെ കഴുത്തിന്റെ പിൻവശത്ത് തടവി എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അത് പഴയ 354 IPC അല്ലെങ്കിൽ ഇപ്പോഴത്തെ 74, 75, 76 വരും. ജാമ്യം കോടതിയിൽ നിന്ന് ലഭിക്കും. പോലീസിന് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. 3 വർഷം വരെ തടവുള്ള ശിക്ഷയ്ക്ക് പോലീസിന് ജാമ്യം കൊടുക്കാം. അതേസമയത്ത് കേസ് കുറച്ച് സ്ട്രോങ് ആണ്. കാരണം അവരെ വിളിച്ചു വരുത്തിയതിന് എവിഡൻസ് ഉണ്ട്. ജോഷി ജോസഫ് എന്നൊരു സംവിധായക മുഖേനയാണ് അവരെ ബന്ധപ്പെടുന്നത്. അവരെ ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തന്നെയാണ് വിളിച്ചു വരുത്തിയത്. മറ്റെന്ത് പറഞ്ഞാലും വിലപ്പോവില്ല. അത് തന്നെ തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് ദേഹത്ത് തൊട്ടതും മറ്റൊക്കെ ഇപ്പം അവർക്കത്ര അത് പ്രതീക്ഷിച്ചില്ല ഇയാളെ പോലെയുള്ള ഒരു സംവിധായകനിൽ നിന്ന്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് അരോചകമായി തോന്നി. തന്നെ ഈ ഒരു ഉദ്ദേശത്തോടെയാണ് വിളിച്ചു വരുത്തിയെന്ന് അവര് പിന്തിരിഞ്ഞു പോയി. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയി. അപ്പോ അവരെ ഇവിടെ ഇടപാട് ചെയ്ത ആ ജോഷി ജോസഫിനെ ബന്ധപ്പെട്ട് ജോഷി ജോസഫ് അവരെ വിളിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഈ സങ്കടം പറഞ്ഞു. ജോഷി ജോസഫ് ഉടനെ അവരുടെ മുറിയിൽ വന്നു. അവരുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഈ വിവരം ഇമ്മീഡിയറ്റ് ഫാദർ അവിടെ വട്ടോളി എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട് എറണാകുളത്ത്. അദ്ദേഹം അവിടുത്തെ സോഷ്യൽ രംഗത്ത് വളരെ സജീവമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ 2 സാക്ഷികൾ വന്നു കഴിഞ്ഞു. അത് ഞാൻ കാസ്റ്റിങ്ങിന് വേണ്ടി വിളിച്ചതാണ്, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല. അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു, ഇവിടെ അക്കോമഡേഷൻ കൊടുത്തു. തിരിച്ച് ആ സിനിമയിൽ ഒരു ചാൻസ് കിട്ടാതെ അവർ മടങ്ങിപ്പോയപ്പം തെറ്റ് രഞ്ജിത്തിന്റെ ഭാഗത്ത് തന്നെ. മറ്റെന്ത് പറഞ്ഞ് ഒഴിഞ്ഞാലും ശരിയാവില്ല. 2 സാക്ഷികളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കൺവേ ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ എന്താണ് തെളിവ് വരുന്നത്? ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ലേറ്റ് ആയാലും ശരി, നമുക്കറിയാമല്ലോ പല നടിമാരും പേടിച്ചിട്ടാണ് ഈ 15 ഗ്രൂപ്പുകാരെ, ഈ 15 ഗുണ്ടകൾക്ക് എതിരായിട്ട് പേടിച്ചിട്ടാണ് അതുങ്ങളും ഉണ്ടാതിരിക്കുന്നത്. ഇപ്പൊ അവസരം വന്നപ്പം പറഞ്ഞു അവര് ഇവിടെ WCC രൂപീകരിച്ച ശേഷം കേരള കമ്മീഷനിലെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയിലെ ഉന്നതന്മാര് നടന്മാർ എത്രയായാലും അവരെ സമൂഹം ഇനി വെറുക്കും. അവരുടെ സിനിമ ഒന്നും ഓടൂല. അവരെ ഇപ്പം കാസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സിനിമയൊന്നും ഇനി സമൂഹത്തിൽ നടക്കില്ല. കാരണം ഇത് ഒരു വ്യവസായമായിട്ട് കാണുന്നവര് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ഈ രീതിയിലുള്ള മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യുന്ന നടന്മാരെ ഒന്നും അംഗീകരിക്കത്തില്ല. അവരുടെയൊക്കെ കഥ കഴിഞ്ഞിരിക്കുന്നു. പുതിയ തലമുറകൾ കയറി വരട്ടെ. അതുകൊണ്ട് ഈ ഒരു സംഭവത്തോടുകൂടി അടുത്ത കേസ് മുകേഷിനെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസ് വരുന്നുണ്ട്. ശരി, അതും
അതും വന്നു കഴിഞ്ഞു. അപ്പൊ മലയാള സിനിമയിലെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഇവിടെ സ്ഥലം വിട്ടു പോകുക. ആരും ഈ അമ്മ ഭാരവാഹിയെ വരുന്നവരെ ആര് വന്നാലും അവർക്കൊക്കെ ഇതുപോലെ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. രംഗത്ത് വരാതെ ഒഴിഞ്ഞു മാറിക്കൊള്ളുക. ശരി, ജോർജ് ജോസഫാണ് സംസാരിച്ചത്. ഏതായാലും നിയമ നടപടികൾ ആരംഭിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിലെന്താണ് തീരുമാനിക്കുക, എന്തൊക്കെ കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകും. ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു യോഗമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.